നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭദ്രകാളി ദേവിയുടെ മറിസ്തംഭന മന്ത്രത്തെ മനസ്സിലാക്കാം. നമ്മുടെ ദോഷങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടങ്ങളെയും മാറ്റുവാനായും നമുക്ക് ആരെങ്കിലും ആപചാരക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ബാധിക്കാതെ ഇരിക്കുവാനും, അതുപോലെ ബാധാദോഷങ്ങൾ സർവദോഷങ്ങളെയും സ്തംഭിപ്പിച്ച് മാറ്റുവാനായും ഈ അത്ഭുത ശക്തിയുള്ള ശ്രീ ഭദ്രകാളി ദേവിയുടെ ദിവ്യ മന്ത്രം ദിവസവും നിത്യവും 18 തവണ 21 ദിവസം ചൊല്ലിയാൽ സകല ദുർശക്തികളും നമ്മളെ വിട്ട് അകലുന്നതാണ്. നമ്മൾ രക്ഷപ്പെടരുത് എന്ന് കരുതി നമ്മുടെ അയൽവക്കക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അതുപോലെ ശത്രുക്കളോ ആര് എന്ത് ചെയ്താലും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് സകല ദോഷങ്ങളെയും സ്തംഭിപ്പിച്ച് മാറ്റുന്നതാണ്. ഈ ശക്തിയേറിയ ദിവ്യ മന്ത്രം ദേഹശുദ്ധി വരുത്തി ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് രാവിലെയോ വൈകിട്ടോ ജപിക്കാവുന്നതാണ്. വൈകിട്ടാണെങ്കിൽ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ മന്ത്രം ജപിച്ചാലും മതിയാവും. ഭദ്രകാളി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് അമ്മയ്ക്ക് സിന്ദൂര തിലകം ചാർത്തി രക്തപുഷ്പം അണിയിച്ച് ഈ മന്ത്രം ജപിച്ചാൽ വേഗം തന്നെ ഫലം കാണുന്നതാണ്. ഈ മന്ത്രം തുടർച്ചയായി 21 ദിവസം ജപിച്ചതിന് ശേഷം 21ാമത്തെ ദിവസം ഒരു നാളികേരം എടുത്ത് വൃത്തിയാക്കി അതിന് മുകളിൽ ഒരു മൺചിരാത് വെച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തി നമ്മൾ കാലുകൊണ്ട് ആ ദീപത്തെ മറികടന്ന് അപ്പുറത്തെ സൈഡ് പോയിട്ട് ആ മറികടന്നതിന് ശേഷം ആ നാളികേരത്തെ ഉടച്ചു കളഞ്ഞാൽ നമ്മളിലുള്ള സർവദോഷങ്ങളും ബാധ ഉപദ്രവങ്ങളും സ്തംഭിപ്പിച്ച് തീരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ മന്ത്രം ജപിക്കാൻ ഒരു ചൊവ്വാഴ്ച തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങുന്നു. കച്ചവടം തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു. ടക്കനെ നമ്മുടെ വരുമാനം സ്തംഭിപ്പിച്ചു. ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും ആപചാരക്രിയകൾ ചെയ്ത് നമ്മുടെ കച്ചവടം സ്തംഭനത്തിലാണ്. അതുപോലെ നല്ല ഉത്സാഹത്തോടെ നടന്നു ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ടക്കനെ നമ്മുടെ ഉത്സാഹം കുറഞ്ഞു, ജോലികളില്ലാതെയായി, ജോലിക്ക് പോകാൻ മടിയായി. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ മന്ത്രം തീർച്ചയായും ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ എന്നും വഴക്ക്, വയ്യാവേലി അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കും ഈ മന്ത്രജപത്തിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം കാളി കാളി കാലാഗ്നി രുദ്രകാളി സകലലോകഭാവനി ശബ്ദബ്രഹ്മമയി മഹാവിദ്യായ സർവാഭരണഭൂഷിതേ മമ ശത്രുൻ ഹുങ്കാരേണ നാശയ നാശയ സർവദുരിതം സ്തംഭയ സ്തംഭയ മഹാമൃത്യു അവമൃത്യുഭയം ശമയ ശമയ സ്വാഹ. മന്ത്രമൊരിക്കൽ പറയാം. ഓം കാളി കാളി കാലാഗ്നിരുദ്രകാളി സകലലോകഭാവനി ശബ്ദബ്രഹ്മമയി മഹാവിദ്യേ സർവാഭരണഭൂഷിതേ മമ ശത്രുൻ ഹുങ്കാരേണ നാശയ നാശയ സർവദുരിതം സ്തംഭയ സ്തംഭയ മഹാമൃത്യു അപമൃത്യുഭയം ശമയ ശമയ
സ്വാഹ. അപ്പോൾ എല്ലാവർക്കും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പ്രത്യേക വ്രതനിഷ്ഠകളൊന്നുമില്ല. ശാരീരിക ശുദ്ധി വരുത്തി ശുദ്ധമായ വസ്ത്രമണിഞ്ഞ് എന്നും ഒരു സ്ഥലത്തിരുന്ന് ഈ 21 ദിവസവും മന്ത്രം ജപിക്കുക. 18 ദിവസമാണ് 18 തവണയാണ് മന്ത്രം ജപിക്കേണ്ടത്. 21 ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.